പാകിസ്ഥാൻ സമ്പദ്വ്യവസ്ഥ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഓയിലിന്റെയും ഗ്യാസിന്റെയും വില കുതിച്ചു കയറുകയാണ്. സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുന്നു. പ്രളയത്തിന്റെ കെടുതികൾ ഇനിയും അവസാനിച്ചിട്ടില്ല. വിദേശ വസ്തുക്കൾ ഇറക്കുമതി ചെയ്യാൻ സർക്കാരിന്റെ കയ്യിൽ കരുതൽ ധനം ഇല്ല എന്ന് അവരുടെ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് പോലും സമ്മതിക്കുകയുണ്ടായി. ഇക്കാര്യങ്ങളെല്ലാം ന്യൂസിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് താലിബാൻ എങ്ങനെയാണ് പാകിസ്ഥാനെ കുഴപ്പത്തിലാക്കുന്നത്, എങ്ങനെയാണ് താലിബാൻ ഇത്ര പവർഫുൾ ആയത്. എന്നാൽ ഇതെല്ലാം മനസ്സിലാക്കുന്നതിന് മുൻപ് ആരാണ് താലിബാനെ സൃഷ്ടിച്ചത്, എന്തിനു വേണ്ടിയാണ് താലിബാനെ സൃഷ്ടിച്ചത്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. 1979 മുതൽ 1989 വരെ സോവിയറ്റ് യൂണിയനും അഫ്ഗാനും തമ്മിൽ ഒരു സായുധ പോരാട്ടം നടന്നു. സോവിയറ്റ് യൂണിയനും അഫ്ഗാൻ മുജാഹിദീനും തമ്മിലാണ് വ്യാപക പോരാട്ടം നടന്നത്. ഇതേ സമയം അഫ്ഗാനിസ്ഥാന് പാകിസ്ഥാൻ, സൗദി അറേബ്യ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, UK, ചൈന, ഇറാൻ എന്നീ രാജ്യങ്ങളുടെ സപ്പോർട്ടുണ്ടായി. ദശലക്ഷക്കണക്കിന് ആൾക്കാരുടെ മരണത്തിന് ഇടയാക്കിയ ഈ യുദ്ധമാണ് സോവിയറ്റ് യൂണിയന്റെ പിരിച്ചുവിടലിന് ഒരു പ്രധാന ഘടകമായി പണ്ഡിതന്മാർ വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ സോവിയറ്റ് യൂണിയന് അഫ്ഗാനിസ്ഥാനിൽ കൺട്രോൾ ഉണ്ടാകാതിരിക്കാൻ ഏറ്റവും ആഗ്രഹിച്ചത് US ആണ്. അതിനുവേണ്ടി അവർ തന്ത്രപരമായാണ് കളിച്ചത്. അമേരിക്ക പാകിസ്ഥാനുമായി ചേർന്ന് തദ്ദേശീയരായ മുജാഹിദീനുകളെ യുദ്ധത്തിനു വേണ്ടി റിക്രൂട്ട് ചെയ്തു. അവർക്ക് വേണ്ട പണവും ഉപകരണങ്ങളും ഫണ്ട് ചെയ്തത് അമേരിക്കയായിരുന്നു. അമേരിക്കയെ സംബന്ധിച്ച് ഇതുകൊണ്ട് രണ്ട് ഗുണങ്ങളാണ് ഉണ്ടായത്. ഒന്ന്, തദ്ദേശീയരായ മുജാഹിദീനുകളെ റിക്രൂട്ട് ചെയ്യുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം പണച്ചെലവ് കുറഞ്ഞതായിരുന്നു, അവരുടെ സൈനികരുടെ ചെലവുമായി താരതമ്യം ചെയ്യുമ്പോൾ. രണ്ടാമത്തെ കാര്യം, അമേരിക്കൻ സോൾജിയേഴ്സിൽ ആരെങ്കിലും മരിച്ചാൽ പൊതുജനങ്ങൾക്ക് മുൻപിൽ അവർക്ക് അതിനുള്ള ഉത്തരം പറയണം. എന്നാൽ അത് മുജാഹിദീനാണെങ്കിൽ അവർക്ക് ഒരു തരത്തിലുള്ള ബാധ്യതകളുമില്ല. പ്രത്യക്ഷത്തിൽ അമേരിക്കയ്ക്ക് യുദ്ധവുമായി യാതൊരു തരത്തിലുള്ള പ്രതിബദ്ധതയുമില്ല. യുദ്ധം നടക്കുന്നത് സോവിയറ്റ് യൂണിയനും അഫ്ഗാൻ ജനങ്ങളും തമ്മിലാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാനും അവർക്ക് സാധിച്ചു. എന്നാൽ യുദ്ധം അവസാനിക്കുകയും സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പലായനം ചെയ്യുകയും ചെയ്തു. അതിനുശേഷം യുദ്ധത്തിനു വേണ്ടി റിക്രൂട്ട് ചെയ്ത ഈ മുജാഹിദീൻ ഒരു സംഘടനയുണ്ടാക്കി, അതാണ് താലിബാൻ. എന്നാൽ രസകരമായ കാര്യം, അഫ്ഗാൻ സ്വതന്ത്രമായതിനു ശേഷവും താലിബാൻ എന്ന സംഘടനയ്ക്ക് USഉം പാകിസ്ഥാനും ഫണ്ടിങ് ചെയ്തുകൊണ്ടിരുന്നു എന്നതാണ്. എന്നാൽ പിന്നീട് താലിബാൻ ഒരു ഭീകര സംഘടനയായി വളരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിലെ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, തങ്ങളെ വളർത്തിയ അമേരിക്കയെ വരെ വെല്ലുവിളിക്കാൻ ശേഷിയുള്ളതായി അവർ വ്യാപിച്ചു എന്നുള്ളതാണ്. അതിന്റെ പരിസമാപ്തിയിൽ 2001 സെപ്റ്റംബർ 11 അമേരിക്കയെ ഞെട്ടിച്ചുകൊണ്ട് അൽ-ഖ്വയ്ദ പ്രവർത്തകർ അമേരിക്കൻ വിമാനം റാഞ്ചുകയും ന്യൂയോർക്കിലെ വേൾഡ് ട്രേഡ് സെന്ററിൽ ഇടിച്ചിറക്കുകയും ചെയ്തു. അതിനുശേഷമാണ് അമേരിക്ക അഫ്ഗാനിസ്ഥാനിലെ തീവ്രവാദത്തോട് തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചത്. അമേരിക്ക സൈനികരെ അഫ്ഗാനിസ്ഥാനിൽ വിന്യസിച്ചു. കടുത്ത ആക്രമണങ്ങളിൽ താലിബാന്റെ പല ശക്തികേന്ദ്രങ്ങളും തകർന്നു. എന്നാൽ 21 വർഷത്തെ തുടർച്ചയായ ആക്രമണത്തിന് ശേഷം അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ നിന്നും സൈനികരെ തിരിച്ചു വിളിച്ചു. ഈ 21 വർഷത്തിനിടയ്ക്ക് വ്യക്തമായ മേൽക്കോയ്മ സ്ഥാപിക്കാൻ സാധിക്കാതെയാണ് അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ നിന്നും മടങ്ങിയത്. താലിബാൻ എന്ന സംഘടനയെ പൂർണ്ണമായി മനസ്സിലാക്കുന്നതിനോ നിയന്ത്രിക്കുന്നതിനോ അമേരിക്കയ്ക്ക് സാധിച്ചില്ല. ഭൂമിശാസ്ത്രപരമായും സാമൂഹികമായ ചുറ്റുപാടുകളും താലിബാന് അനുകൂലമായിരുന്നു. അതേപോലെ അനധികൃത മാർഗങ്ങളിലൂടെ ധാരാളം പണം സമ്പാദിക്കാൻ താലിബാൻ തീവ്രവാദികൾക്കും സാധിച്ചു. കറുപ്പ് വ്യാപാരത്തിലൂടെയാണ് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുള്ള പണം അവർ കണ്ടെത്തിയത്. അഫ്ഗാനിസ്ഥാനിലെ ഫലഭൂയിഷ്ഠമായ മണ്ണ് കറുപ്പ് കൃഷിക്ക് അനുയോജ്യമാണ്. അതിനാൽ ലോകത്തിലെ ഏറ്റവും വലിയ കറുപ്പ് ഉൽപാദകരും യൂറോപ്പിലെ ഏഷ്യയിലെയും ഹെറോയിന്റെ പ്രധാന ഉറവിടവുമായി അഫ്ഗാൻ മാറി. ഇത് നിർത്തലാക്കാൻ കഴിഞ്ഞ 20 വർഷമായി US കിണഞ്ഞു പരിശ്രമിച്ചിട്ടും അവർക്കതിന് സാധിച്ചിട്ടില്ല. എന്നാൽ ഇതിലെവിടെയാണ് പാകിസ്ഥാന്റെ റോൾ? ഇവിടെ പ്രത്യക്ഷമായി യുദ്ധം നടക്കുന്നത് അമേരിക്കയും അഫ്ഗാനിസ്ഥാനിലെ തീവ്രവാദികളുമായിട്ടാണെങ്കിലും പാകിസ്ഥാന് വ്യക്തമായ ലാഭം ഇതിലൂടെ നേടാൻ സാധിച്ചു. അമേരിക്കയ്ക്ക് അഫ്ഗാനിസ്ഥാനിലേക്ക് എന്തെങ്കിലും ഷിപ്പ് ചെയ്യണമെങ്കിൽ കറാച്ചി പോർട്ട് വഴി മാത്രമേ സാധിക്കൂ. ഇതിൽ അമേരിക്കയെ സപ്പോർട്ട് ചെയ്തതിലൂടെ ധാരാളം ഫണ്ടിങ് പാകിസ്ഥാന് കിട്ടി. അതേപോലെ താലിബാനെ ഉപയോഗിച്ച് അഫ്ഗാനിസ്ഥാൻ നിയന്ത്രിക്കുവാനും പാകിസ്ഥാന് കഴിഞ്ഞു. എന്നാൽ അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പലായനം ചെയ്ത ശേഷം പാകിസ്ഥാന് കാര്യങ്ങൾ വിചാരിച്ച പോലെ നടക്കാതെയായി. അതിലൊന്നാണ് ഡുറൻഡ് ലൈൻ. ഡുറൻഡ് ലൈനെ സംബന്ധിച്ച് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ ഇപ്പോൾ സംഘർഷം വർദ്ധിച്ചിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാന്റെയും പാകിസ്ഥാന്റെയും ബോർഡർ ലൈനാണ് ഡുറൻഡ് ലൈൻ. ഈ പ്രദേശങ്ങളിലെ ബന്ധുജനങ്ങളിൽ ഭൂരിഭാഗവും പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലുമാണ് കഴിയുന്നത്. അവർക്ക് യഥേഷ്ടം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് വരുന്നതിന് തടസ്സങ്ങളില്ലായിരുന്നു. പാകിസ്ഥാൻ സൈന്യം ബലമായി ഈ ഡുറൻഡ് ലൈൻ വേലി കൊണ്ട് അടച്ചതാണ് ഇപ്പോൾ സംഘർഷത്തിന് കാരണം. അതിനാൽ താലിബാൻ ഇപ്പോൾ പാകിസ്ഥാൻ ഗവൺമെന്റിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. താലിബാൻ പാകിസ്ഥാൻ ഗവൺമെന്റിനെതിരെ തിരിഞ്ഞത് കുറച്ചൊന്നുമല്ല അവരെ പ്രതിരോധത്തിലാക്കിയത്.
ഇവയെ കൂടാതെയാണ് തെഹ്രീക്കെ താലിബാൻ എന്ന തീവ്രവാദ സംഘടനയുടെ ഭീഷണി. സാമ്പത്തിക മാന്ദ്യത്താലും വെള്ളപ്പൊക്ക ദുരിതത്താലും അവശതയിലായ പാകിസ്ഥാന് ഈ തീവ്രവാദ ഗ്രൂപ്പുകളുടെ ഭീഷണി ചെറുക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. നിലവിൽ സ്വയം നിർമ്മിച്ച കുഴിയിൽ പാകിസ്ഥാൻ അകപ്പെടുന്ന കാഴ്ചയാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പരമാധികാര രാജ്യമായ പാകിസ്ഥാന് തീവ്രവാദ സംഘടനയെ ചെറുക്കാൻ സാധിക്കുന്നില്ല എന്നത് അവർ എത്രമാത്രം ശക്തിയുള്ളവരാണെന്നതാണ് നമുക്ക് കാണിച്ചു തരുന്നത്.